അലോൺ. ബെസ്റ്റ്. അതിഥികളെ സ്വീകരിക്കാൻ പറ്റിയ വേഷം. നിന്നെ പോലുള്ള അതിഥികളെ സ്വീകരിക്കാൻ ശരിക്കും വേഷം വേണ്ട. പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ. നീ എപ്പോഴാ പെൺകുട്ടിയായത്? ഞാനല്ല. വേഷവും വർത്താനം കൂടി ആയപ്പോ ആളെ മനസ്സിലായല്ലോ അല്ലേ? ശരി, ഇതാരാണെന്ന് അച്ഛന് മനസ്സിലായോ? എടാ, ആളും തരവും കണ്ട തിരിച്ചറിയാതിരിക്കാൻ ഞാൻ നിന്നെ പോലെ വെറും പോഴനല്ല. മോളുവാ. എന്തായത്? പവിയെ കളിപ്പിക്കുന്നതിനിടയിൽ ഞാൻ അച്ഛനോട് എന്തൊക്കെ തോന്നിയാസാ പറഞ്ഞത്. അപ്പോഴത്തെ രസത്തിന് ഓർക്കാതെ ഐ എം സോറി, റിയലി സോറി. ഇനി ഇവനെ കുരങ്ങളിപ്പിക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കാനും ഞാനുണ്ട്. സപ്പോർട്ടൊക്കെ ചെയ്തോ? അകത്തെന്തോ കരിഞ്ഞു മണക്കുന്നുണ്ട്. അയ്യോ, പാലെടുപ്പത്തിരിക്കുക. അച്ഛനെ എന്തിനാ പവി ഇങ്ങനെ ഓടിക്കുന്നത്? ജോലിക്കാരെ ആരെങ്കിലും നിർത്തിക്കൂടെ? അതിന് സമ്മതിക്കണ്ടേ? മോന് കൊടുക്കാനുള്ള ആഹാരം വൃത്തിയുള്ളതായിരിക്കണം, രുചിയുള്ളതായിരിക്കണം. ഞാൻ ഇപ്പോഴും വെറുതെ ഇല്ലാക്കുഞ്ഞാന്ന് അച്ഛന്റെ വിചാരം. എന്നാലും ഇത് ഇത്തിരി കഷ്ടാട്ടോ പവി. പവിയുടെ അമ്മ മരിച്ചിട്ട് എത്ര കാലായി? അന്നെനിക്ക് 1.5 വയസ്സാന്ന് അച്ഛൻ പറഞ്ഞേ. പിന്നെന്താ അച്ഛൻ വേറെ വിവാഹം കഴിക്കാതിരുന്നത്? അന്നൊക്കെ ഒരുപാട് പേര് നിർബന്ധിച്ചതാ. വന്നു കയറുന്ന പെണ്ണുമ്പിള്ള സ്വന്തം മക്കളെ ദ്രോഹിച്ചാലോ? രണ്ടാനമ്മ എപ്പോഴും ദുഷ്ടകഥാപാത്രമാണല്ലോ. എന്തായാലും യു ആർ സോ ലക്കി പവി. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയില്ലേ? ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അച്ഛനല്ലേ ലക്കി. എന്താ മേന്നെ ഒരു സ്ത്രീ ശബ്ദം? എന്തായാലും നാരായണേട്ടന് കല്യാണം ആലോചിക്കാൻ പറ്റിയ പെണ്ണല്ല, സ്വല്പം പ്രായക്കൂടുതലാ. ഹലോ അങ്കിൾ. ഹലോ. നിങ്ങൾ തമ്മിൽ അറിയൂ? പിന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കങ്കിൾ, നമ്മൾ തമ്മിലുള്ള അഫയറിനെ പറ്റി. നാരായണ എവിടെ പോവാ? ഞാൻ പ്രഷറിന് മരുന്ന് കഴിക്കാൻ മറന്നു, ഇപ്പഴാ ഓർത്തത്. അത് നന്നായില്ലേ? ഈ നാരായണേട്ടന് എന്താ പറ്റിയേ? നാരായണ ഒന്ന് നിന്നേ. നാരായണൻ വന്നാ? വരികയും ചെയ്തു, വന്ന പോലെ പോവുകയും ചെയ്തു. എന്താന്നറിയില്ല. എന്നെ കണ്ടിട്ട് ആളോടിയത്. അതെന്താ? ഞാനല്ലേ മൂപ്പിലാനെ കണ്ണു കാണിച്ചെന്ന് പാർക്കിൽ കൊണ്ടുവന്നത്. അത് നീയാണോ? പിന്നല്ലാതെ. മിടുക്കി. ഇങ്ങനെയുള്ള വായു നോക്കികൾക്ക് ഇത് തന്നെ ശിക്ഷ. ആ അങ്കിൾ എന്താ ഇവിടെ? അതറിയില്ലേ? ആ വായി നോക്കിയ അങ്കിളിന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാ ദേ ഇരിക്കണേ. കൂട്ടുകാരനെ കാണാൻ വന്നതാ. അയ്യേ, ഇങ്ങനെയുള്ള ആൾക്കാരാണോ അച്ഛന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ മനസ്സിലായില്ല ആളുടെ സ്റ്റാൻഡേർഡ്. ഇവൻ ഈ പറയുന്നൊന്നും ഇല്ല മോളെ. അയാൾ ഒരു സാധുവാ. ഉണ്ടായിരുന്ന ഒരു ഭാര്യ പിണങ്ങിപ്പോയി. വയസ്സുകാലത്തൊരു മോഹം ഒരു കല്യാണം കഴിക്കണമെന്ന്. അപ്പൊ ഏത് പെണ്ണ് മുഖത്ത് പോയി ചിരിച്ചാലും അയാളെ വിചാരം അയാളെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നാ. അങ്ങനെയാ മോളുടെ കയ്യിലും വന്ന് പെട്ടത്.